ഗൈസ്, ഞാൻ അൽജോ എലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ടിപ്പിക്കലി ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് സാധാരണ ചെയ്യാറുള്ളത്, അല്ലേ? അതായത് നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ യൂറോപ്പ് ആണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കണ്ടന്റുകളാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് കുറച്ച് വിപരീതമായി ഓൾറെഡി കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ഉള്ള അവിടെ പോയി സെറ്റിൽഡ് ആയിരിക്കുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. എന്നും പറഞ്ഞ് നാട്ടിലുള്ള ആളുകൾ ഇത് കാണണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് അവർക്ക് ഉപകാരപ്പെടുന്ന ഒന്നുമില്ല എന്നല്ല. നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ഈ വീഡിയോ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ നിങ്ങളിൽ പല ആളുകളും ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ വലിച്ചു തീട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം കാനഡയുടെയൊക്കെ ഇഷ്യൂ, അല്ലേ? കാനഡയിലേക്ക് ഒത്തിരി ആളുകളെ അങ്ങോട്ട് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് ആളുകളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം പലരോടും തിരിച്ചു പോകണം, അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ ഒത്തിരി ആളുകളെ തിരിച്ച് പല രാജ്യങ്ങളിലേക്ക് വിടാനായിട്ട് ആ രാജ്യം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ന്യൂസുകളിലും പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അല്ലേ? അപ്പം ഇതൊരു റിയാലിറ്റിയാണ്. പല ആളുകളും ജോലി ഇല്ലാത്തത് കൊണ്ടും അതേപോലെ തന്നെ 2 വർഷം പഠിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സ്റ്റേ ബാക്ക് ഓപ്ഷൻ കഴിയുമ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 2 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഈ 1 വർഷത്തിനിടയിൽ നമുക്കൊരു നല്ല ജോലി കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ സ്റ്റേ ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ ഇനിയും ബാക്കി തുടർന്ന് നിൽക്കാം എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 1 വർഷം, അടുത്ത 1 വർഷം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ രാജ്യത്ത് തന്നെ, ഈ കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും UK ആണെങ്കിലും, കാനഡയിലാണ് ഇപ്പോൾ ഇഷ്യൂ വന്നിരിക്കുന്നത്, പോകെ പോകെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഏത് രാജ്യത്തുള്ള ഒരാളാണെങ്കിലും ഈ അടുത്ത 1 വർഷം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ അതിനുവേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാനും നല്ല രീതിയിൽ സെറ്റിൽഡ് ആവാനും പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു നല്ല ശതമാനം ആളുകളുടെയും ചിന്ത എന്താ, എങ്ങനെയാലും ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എത്തിപ്പെട്ടാൽ മതി, അതോടെ ഞാൻ രക്ഷപ്പെട്ടു, എന്തെങ്കിലും ഒരു അൺസ്കിൽഡ് ജോലി കിട്ടിയാൽ മതി, ഞാനതിൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ ചിന്തിച്ചാണ് നല്ലൊരു ശതമാനം, നാട്ടിൽ നിന്ന് 100 പേര് പോയാൽ അതിനകത്ത് 95 പേരും ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അല്ലാതെ സ്വന്തം കരിയറിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അവനവൻ പഠിച്ച മേഖലയിൽ ഒരു ജോലി നേടി നല്ല രീതിയിൽ സെറ്റിൽഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടുള്ള പോരായ്മ എന്താ, എല്ലാ കാലവും ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരുന്നു. പല സാഹചര്യങ്ങളിലും നമുക്ക് പൈസ ഇല്ലാതെ വരുന്നു, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തു പോയ ആളുകൾ പലരും ഞങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും ഇവിടുത്തെ ചിലവ് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്, ആരും ഇങ്ങോട്ട് വരരുത് എന്നും പറഞ്ഞ് കിടന്ന് കരയുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധിയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. നിങ്ങളിപ്പം നല്ല രീതിയിൽ വിദേശത്തേക്കൊക്കെ പോയി ഒരു വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിച്ച് വിദേശത്ത് പോയി ഒരു വിദേശ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ IT മേഖലയിലുള്ള ഒത്തിരി പേര് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാവും. സോ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോഴ്സ് ചെയ്യുമ്പം അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്കൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഒരിക്കലും നല്ല രീതിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞു കൊടുക്കാറില്ല. അത് ഈവൻ ഇന്ത്യയിലാണെങ്കിലും മറ്റൊരു രാജ്യത്താണെങ്കിലും ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തന്നെ അക്യൂർ ചെയ്യേണ്ടതായിട്ടുള്ള ചില സ്കില്ലുകളുണ്ട്. അതിൽ പെടുന്ന ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന അറിവുകൾ പ്രോപ്പറായിട്ടുള്ള ഒരാളുടെ മുന്നിൽ, ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നും എന്തൊക്കെ സ്കിൽ സെറ്റുകൾ നമുക്ക് വേണമെന്നും എല്ലാം ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും, വളരെ നല്ലതായിരിക്കത്തില്ലേ? സോ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഇപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, IT മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് IT മേഖലയിൽ ഒത്തിരി ജോലികളുണ്ട്, അല്ലേ? സപ്പോർട്ടിംഗ് റോളുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടെസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡെവോപ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പല മേഖലയിൽ IT തന്നെ പല തരത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാവരും എന്താ കാണുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. പക്ഷേ പലരുടെയും റോളുകൾ പലതാണ്. അപ്പം നിങ്ങൾ IT മേഖലയിൽ പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കുക, ഈ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഏത് രാജ്യത്തും ആവട്ടെ, നിങ്ങൾ IT മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, അല്ലെങ്കിൽ IT മേഖലയിൽ നാട്ടിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പോയി, അവിടെ ചെന്ന് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ +2 കഴിഞ്ഞ് നിങ്ങൾ വിദേശത്ത് പോയി ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി ഒരു
IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് സപ്പോസ് വിചാരിക്കുക. അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ആക്ച്വലി നമ്മളിവിടെ ഒരു പ്രോഗ്രാം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനകത്ത് തന്നെ പല മേഖലകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതിനകത്ത് ഡെവലപ്പറിനെ കൂടാതെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു മേഖലയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മേഖല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി കണ്ടെത്താൻ ഈ പറഞ്ഞ ഏത് രാജ്യത്തും പോസിബിളാണ്. അപ്പം നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മേഖലയിൽ ജോലി കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയ സ്കില്ലുകൾ എന്താണെന്നും അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നും പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളെ ആക്കി തരുന്ന കാര്യത്തിൽ നമുക്കൊരു പരിധിവരെ നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തൊരു 3 മാസത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിവസം നിങ്ങൾ 1 മണിക്കൂർ വീതം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ 3 മാസത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 സ്കില്ലുകൾ ഉണ്ടാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനുവൽ ടെസ്റ്റിംഗ് ആണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റിംഗ് പ്രോസസ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് മന്തിൽ കവർ ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് മന്തിൽ നമ്മൾ ജാവ പ്രോഗ്രാമിംഗ്, അതായത് നിങ്ങൾക്ക് വേണ്ടിയ ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യങ്ങളും കൺസെപ്റ്റുകളും എല്ലാം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം 3-ാമത്തെ മാസം നമ്മൾ വരുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലേക്കാണ്. അതിനകത്ത് നമുക്ക് സെലീനിയം വിത്ത് ജാവ എലോങ് വിത്ത് ടെസ്റ്റൻജി ഫ്രെയിംവർക്ക് സഹിതം നമ്മളൊരു കംപ്ലീറ്റ് ഫ്രെയിംവർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടാവും. എങ്ങനെ ഇൻ്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം, ഏത് രീതിയിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷനും നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു 3 മാസം നമ്മുടെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങളിൽ ആർക്കൊക്കെ ഈ പ്രോഗ്രാമിന് തേരാൻ താല്പര്യം ഉണ്ടെങ്കിലും അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതിനുവേണ്ടി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഒരിക്കലും ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, നിങ്ങൾക്ക് IT മേഖലയിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, നിങ്ങളിൽ IT ഡിഗ്രി കയ്യിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പറയുന്നത്. അതായത് നാട്ടിൽ നിങ്ങൾക്ക് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ +1 +2 നിങ്ങളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം. അതായത് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ആയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ നാട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി BCAയോ MCAയോ BSc കമ്പ്യൂട്ടർ സയൻസോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിഗ്രി, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താണെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഈ ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ജോലിയിലേക്ക് എത്തിപ്പെടാമെന്നുള്ള കംപ്ലീറ്റ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ പല ജോലികൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ പലരും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പല തിരക്കുകളും ഉണ്ടാവാം, അസൗകര്യങ്ങളും ഉണ്ടാവാം. സോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ എല്ലാവരും ഈ അവസരം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഡെഫിനറ്റ്ലി ഇനി വരുന്ന ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന പലതരത്തിലുള്ള ഡീപ്പോർട്ടിംഗ് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എത്രയും വേഗം നമ്മുടെ സ്കില്ലുകൾ അച്ചീവ് ചെയ്ത് നല്ലൊരു ജോലിയിൽ പ്ലേസ്ഡ് ആവാനും, ഈ പറഞ്ഞ് നമ്മൾ സ്വപ്നം കണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിയവരെ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ തന്നെ നിലനിൽക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് നാട്ടിൽ നിന്ന് കടവും വിലയൊക്കെ എടുത്തു പോയ ആളുകൾ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് എത്രയും വേഗം നല്ലൊരു ജോലി കണ്ടെത്തി സെറ്റിലാവുക എന്നുള്ളതാണ്. സോ എല്ലാവരും മാക്സിമം ഈ ഒരു അവസരം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിനും വരെ ടേക്ക് കെയർ, ബൈ.